എനിക്ക് കിട്ടിയ പേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണത് വന്നിട്ടുള്ളതെന്ന്. അത് ഫേക്കാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു. ഫേക്കാണെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ. ഫേക്കാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചും കണ്ടത് വെച്ചും ഫേക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഫേക്കാണോ എന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ. ഫേക്കാണെങ്കിൽ നമുക്ക് വിരോധമില്ല, ആരോ ഫേക്ക് പേജ് ഉണ്ടാകും. പക്ഷേ അവരുടെ ഒറിജിനൽ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് പോയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പ്രചരണങ്ങളിലാണ്, ഞാൻ തന്ന ഏത് ഇൻ്റർവ്യൂകളിലാണ്, എൻ്റെ ഏത് പ്രസംഗങ്ങളിലാണ്, എൻ്റെ ഏത് നവമാധ്യമ പോസ്റ്റുകളിലാണ് എനിക്കൊരു മതത്തിൻ്റെ പ്ലസ് വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി ഏതാ? ഞാൻ അവിടുന്ന് 3 തവണ ജയിച്ചത് എങ്ങനെയാണ്? ഞാൻ ഇന്നലെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ അറിയാൻ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണ്. അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങളുടെ ആരും ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇതുവരെ അയച്ചിട്ടുമില്ല, ഇനിയോട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കടത്തനാടൻ അങ്കത്തട്ടിലെ കള്ളപ്പയറ്റിന്റെ കളങ്കം മായ്ക്കാൻ ക്യാപ്സ്യൂളുകൾ പോരാതെ വരും. കാഫിർ പ്രയോഗം പ്രക്ഷുബ്ധമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ കയ്യാങ്കളി കൂടാതെ അതിജീവിച്ചത് ഈ നാടാണ്. നിങ്ങൾ ഇടയ്ക്കിടെ പറയാറില്ലേ ഈ നാട് വേറെയാണെന്ന്? മറുപടി പറയാനില്ലാതെ നിങ്ങൾ നിൽക്കുമ്പോഴും ഈ നാട് വേറെ തന്നെയായി നിൽക്കുന്നുണ്ട്. കാലുഷ്യത്തിന്റെ വിത്ത് അത് നിങ്ങളുടേതെങ്കിലും അവരുടേതെങ്കിലും കിളിർക്കില്ല ഇവിടെ എന്ന തുറന്ന പ്രഖ്യാപനവുമായി. കാഫിറിൽ ക്യാപ്സ്യൂളോ? കളങ്കം മായ്ക്കാൻ ന്യായമുണ്ടോ? തള്ളിപ്പറയാൻ പേടിയുണ്ടോ? സാമുദായിക കാട് ഇനിയുമുണ്ടോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ ബി എൻ ഹസ്കർ, ഇടത് സഹയാത്രികൻ; ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിൽ നിന്ന്; ശ്രീ എസ് സുരേഷ്, BJP-യിൽ നിന്ന്; ശ്രീ ജോസഫ് സി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ. ചർച്ചയുടെ വേളയ്ക്ക് ശേഷം ഇന്ന് പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹത്തോട് ഈ കാഫിർ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിലെ വെളിപ്പെടുത്തലുകൾ, അതാദ്യം പങ്കുവച്ചത് രമേശ് രാമകൃഷ്ണനാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഒന്ന് കേൾക്കാം. വടകരയിൽ നടന്ന UDF-ന്റെ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്കും നയിച്ചത് എന്ന് കാണാൻ കഴിയും. ആദ്യത്തെ പ്രചരണം കേരളത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം. വളരെ പരിഹാസത്തോടു കൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലാണല്ലോ, ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണല്ലോ ഉണ്ടായത് എന്ന് അന്ന് KK ശൈലജയോട് ചോദിക്കുമ്പോൾ അവർ നടത്തിയ പ്രതികരണം കൂടി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞങ്ങൾ അങ്ങനെ പ്രചരിപ്പിച്ച ഞങ്ങൾക്ക് തന്നെയല്ലേ മോശമായിട്ട് വരിക? ഞങ്ങൾക്ക് ആ വോട്ടൊന്നും കിട്ടണ്ടെന്നാണോ ഞങ്ങൾ ആഗ്രഹിക്കുക? മറുവിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ മറുവിഭാഗം വോട്ട് ചെയ്യുമോ? അങ്ങനെയാണ് ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത്. അവരെന്തെല്ലാം ആരോപണം ഉന്നയിച്ചു, ആ കൂട്ടത്തിലൊന്നും തന്നെയല്ല അത്. അത്ര മോശമായിട്ടുള്ള ഒന്നാണ് അത്തരത്തിൽ പോസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം ചെയ്യുക എന്നിട്ട് അവസാനം ഞങ്ങളല്ല എന്ന് പറയുക, അതൊരു ശരിയായ രീതിയല്ല. പക്ഷേ അതെല്ലാം അങ്ങനെ തന്നെ കേരളത്തിലെ ജനങ്ങൾ എടുക്കുമെങ്കിൽ പിന്നെ നമ്മളെന്താ പറയാനുള്ളത്? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രതികരണത്തിന്റെ അവസാന ഭാഗത്തു നിന്ന് ഞാൻ ശ്രീമതി KK രമ MLA-യിലേക്ക് പോവുകയാണ്. ശ്രീമതി KK രമ, എല്ലാം ചെയ്യുക എന്നിട്ട് അവരല്ല എന്ന് പറയുക, അതൊക്കെ കേരളത്തിലെ ജനം വിശ്വസിക്കുമെങ്കിൽ പിന്നെ എന്താണ് പറയാനുള്ളത് എന്നാണ് ശ്രീമതി KK ശൈലജ അന്ന് ചോദിച്ചത്. എല്ലാം ചെയ്തിട്ട് ആരാണ് ഞങ്ങളല്ല എന്ന് പറഞ്ഞത്? ആരെയാണ് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? മാധു, അത് തന്നെയാണ് നമുക്കും ഈ CPM നേതൃത്വത്തിനോട് ചോദിക്കാനുള്ളത്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാ വർഗീയ പ്രചരണങ്ങളും നടത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏറ്റവും വൃത്തികെട്ടമായ ചില മാർഗങ്ങളൊക്കെ ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരിടത്താണ് നാം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഇതാരെയാണ് ഈ രൂപത്തിൽ പറ്റിക്കാൻ നോക്കുന്നത്? എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇവർക്ക് ഇത് എന്താണെന്നതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കാത്തത് എന്നത് തന്നെയാണ് പ്രശ്നം. ഇപ്പോ ഇന്ന് ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തി ഇത് പറഞ്ഞത് ഇത് വടകരയിലുണ്ടായ ഈ കാഫിർ പ്രയോഗം ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല, രമേശ് ഉൾപ്പെടെയുള്ളത് UDF-ന്റെ ഭാഗത്തു തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഗോവിന്ദൻ മാഷ് പറയേണ്ട ഒരു കാര്യമുണ്ട്. റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു DYFI നേതാവിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് കേരളത്തിന്റെ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അത് കാസിം എന്ന് പറയുന്ന, മുഹമ്മദ് കാസിം
എന്ന് പറയുന്ന MSF നേതാവ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു പെറ്റീഷന്റെ ഭാഗമായി ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഇതാദ്യമായി പോസ്റ്റ് ചെയ്തത് ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന സഖാവാണ്, ഡിവൈഎഫ്ഐ നേതാവാണ് എന്നത്. അപ്പൊ ഡിവൈഎഫ്ഐ ഇപ്പൊ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇന്നിത് പറയുമ്പോൾ ഗോവിന്ദൻ മാഷിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം റിബേഷ് രാമകൃഷ്ണന് എങ്ങനെയാണ് ഈ പോസ്റ്റ് കിട്ടിയത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ വ്യക്തത 100% വ്യക്തമായ ബോധ്യം ഗോവിന്ദൻ മാഷക്കുണ്ട്. കാരണം റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്നത് വ്യക്തി, അദ്ദേഹം സഖാവ്, അദ്ദേഹം ഒരു ചെറിയ ആളല്ല, ഏതെങ്കിലും അനുഭാവിയല്ല, ഏതെങ്കിലും ആൾക്ക് അറിയാത്ത ആളല്ല. ഡിവൈഎഫ്ഐയുടെ പ്രമുഖനായ ഒരു നേതാവ്, പാർട്ടിയുടെ പ്രമുഖനായ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിബേഷിനോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നല്ലോ ഇത് ആരാണ് റിബേഷ് ആണോ ഈ പറയുന്ന റിബേഷിനോട് ശ്രീമതി KK രമ കേരള പോലീസ് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ്. പാർട്ടിക്ക് അന്വേഷിക്കാമല്ലോ, സ്വന്തം കോടതിയും പോലീസും ഒക്കെ ഉണ്ടെന്നല്ലേ വൈപ്പ്? അല്ല, അതാണ് മാധു ഞാൻ പറയുന്നത്. ഇത് പോലീസിന്റെ അടുത്ത് പോവണ്ട, ഇത് CPM നേതൃത്വത്തിന് അറിയാം. മാധു, നമ്മളെ ആടിനെ പട്ടിയാക്കുകയാണ് ഇവിടെ. CPM നേതൃത്വത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം റിബേഷ് രാമകൃഷ്ണന് എവിടുന്നാണ് ഈ പോസ്റ്റ് കിട്ടിയത്. അല്ലെ റിബേഷ് രാമകൃഷ്ണൻ നമ്മളിപ്പോ അറിയില്ലല്ലോ, നമ്മൾ വിചാരിക്കുന്നത് ഒന്നത് റിബേഷ് രാമകൃഷ്ണൻ തന്നെ ഉണ്ടാക്കി, അതല്ലെങ്കിൽ വേറെ ഈ CPMന്റെ ഓൺലൈൻ മാധ്യമത്തിലെ തലവന്മാരുണ്ടാവില്ല, പ്രത്യേകിച്ചും ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ അതിന് പ്രത്യേക വിങ്ങുണ്ട്, അതിന് ചാർജുള്ള നേതൃത്വമുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് അതിനകത്ത് ഒരു ചാർജ് ഉണ്ടാവും. ആ ചാർജുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് രാത്രി ഇതുപോലെയൊരു സാധനം തയ്യാറാക്കി നാട് വലിയ രൂപത്തിലേക്ക് പ്രശ്നമായി. കാരണം വെച്ചാൽ ഇലക്ഷന് ജയിക്കുക എന്നത് മാത്രമേ അവരുടെ മുന്നിൽ അജണ്ടയുള്ളൂ. അതുകൊണ്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഈ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിന് വളരെ വ്യക്തമായ ആലോചന നടന്നിട്ടുണ്ട്, ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയത്. അത് കോഴിക്കോട് CPMന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖരായ നേതൃത്വത്തിന് ഇതിനകത്ത് പങ്കുണ്ടാകും എന്ന് തന്നെയാണ്. ഈ കാര്യം വളരെ കൃത്യമായിട്ട് ഗോവിന്ദ മാഷിക്ക് അറിയായിരിക്കും. ഇന്ന് പത്രസമ്മേളനം നടത്തുന്ന മാഷ് ആ ബോധ്യത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞത്. കേരള പോലീസ് അറിയണ്ട, പാർട്ടിക്ക് അറിയാം. ആ പാർട്ടിക്ക് പക്ഷെ പാർട്ടി അങ്ങനെ പറയില്ല, പാർട്ടി സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ സംരക്ഷണമാണല്ലോ ഇന്ന് ലതികയെ സംരക്ഷിച്ചു. പക്ഷേ ശൈലജ ടീച്ചറെ തള്ളി പറഞ്ഞു. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിലെ പ്രമുഖയായ മുൻ ആരോഗ്യമന്ത്രി, ഏറ്റവും പ്രമുഖയായ വനിത എന്ന് നമ്മളൊക്കെ കേരളത്തിൽ എല്ലാവരും അവകാശപ്പെടുത്തുന്ന ഒരു ടീച്ചറെ കാഫിറാക്കിയത് ആരാ? സത്യത്തിൽ കാഫിറാക്കിയ ഇടതുപക്ഷമല്ലേ? അതല്ലേ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന രേഖകൾ? കാഫിർ എന്ന ടീച്ചറെ മുദ്ര കുറ്റപ്പെടുത്തിയത് ഈ CPM ആണ്. അതാണല്ലോ നമ്മളിപ്പോ കാണുന്നത്. എന്തേ ഈ കാര്യങ്ങൾ നമ്മൾ പലതിനും കേസെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു കലാപാക്രമണത്തിൽ ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്ത് കേരളത്തിലെ പോലീസിന് റിബേഷിനെ കൊണ്ട് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല? ശരി, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വളരെയധികം നന്ദി ശ്രീമതി KK രമ. മാത്രമല്ല ഈ കാസിമിനെതിരെ ചുമത്തിയ വകുപ്പ് അതവിടെ നിൽക്കുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതും പങ്കുവെച്ചതും കാസിമാണ് എന്ന ധാരണയുടെ പേരിലാണ് CPMന്റെ പരാതി കാസിമിനെതിരെ ഉണ്ടാകുന്നതും കാസിമിനെതിരെ 153A പ്രകാരം കേസെടുക്കുകയും ചെയ്യുന്നത്. റിബേഷ് രാമകൃഷ്ണനാണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ടതാണ്. ഇതേ വകുപ്പ് പ്രകാരം കേസെടുക്കാം, വേണമെങ്കിൽ തെളിയിക്കാമല്ലോ അല്ലേ? പക്ഷെ അതിന് മുതിരുന്നില്ല. അദ്ദേഹം ഈ കേസിൽ സാക്ഷിയായി മാത്രം അവശേഷിക്കുകയുമാണ്. ഇതൊക്കെയാണ് ഇരട്ടത്താപ്പ്, അധികാരം കൊണ്ട് മാത്രം കിട്ടുന്ന പ്രിവിലേജ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അത് ഇത്രമേൽ വിമർശന വിധേയമാവുകയും ചെയ്യുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, ഇന്നിപ്പോ മാഷ് പറയുന്നത്, മാഷ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അമ്പാടിമുക്ക് സഖാക്കൾ, പോരാളി ഷാജി, ഈ റെഡ് എൻകൗണ്ടർ, റെഡ് ബറ്റാലിയൻ, ഇവരൊക്കെയാണോ പാർട്ടി എന്ന് ചോദിക്കുന്നത്? ഇവരൊക്കെ പാർട്ടി അല്ല എങ്കിൽ, ഇവരൊക്കെ പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ എന്നതുപോലെ പ്രവർത്തിക്കുന്ന ഇടമല്ലെങ്കിൽ, റിബേഷ് രാമകൃഷ്ണനെ പോലെയുള്ള പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്ക് എന്താണ് ഇവിടെ കാര്യം? ഇത് മറ്റേതെങ്കിലും സാമുദായിക സംഘടനകളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ സാംസ്കാരിക സംഘടനകളുടെയോ ഗ്രൂപ്പുകളല്ലല്ലോ. ഇവർക്കൊന്നും ഇതിൽ പങ്കുമില്ല. പക്ഷെ അവരൊക്കെയാണ് ഇതിൽ ആദ്യമായി ഈ പാർട്ടി ക്യാപ്സ്യൂളുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. മാധു, അതുതന്നെയാണ് പ്രസക്തമായ ചോദ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മാഷ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ ഒരു ഇലക്ഷൻ രംഗത്ത് പ്രത്യേകിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ, അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ കീഴിലല്ലാതെ അനുഭാവികളായിട്ടുള്ള ഒരുപാട് പേർ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അദ്ദേഹം കുറേ ഗ്രൂപ്പുകളുടെ പേര് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഹാക്കൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെയാണോ ഇടതുപക്ഷം, അവർ ചിലപ്പോൾ അനുകൂലിക്കും ചിലപ്പോൾ എതിർക്കും എന്നൊക്കെ പറഞ്ഞു. അത് ശരി. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിയുന്നത് ഇത് 25/4 ഏപ്രിൽ 25 യൂത്ത് ലീഗിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മുഹമ്മദ് കാസിം എന്ന അവരുടെ നേതാവ് അവരുടെ മുസ്ലിം ജനസഞ്ചയത്തോട് ഒരു വളരെ വിഭാഗീയമായി വർഗീയമായി വോട്ട് തേടുന്നതിൻ്റെ ഉദാഹരണം എടുത്ത് പരസ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പരസ്യപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. അപ്പോൾ അത് എപ്പോഴാണ് ഇവർ ചെയ്തത്? ഇവർ ചെയ്തത് 25/4 തന്നെയാണ്. അത് ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ഉത്ഭവിച്ചിട്ട് ഏതാനും മിനിറ്റുകൾക്കകം ഈ നേതാക്കന്മാരെല്ലാം ഏറ്റെടുത്ത് ഇത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വളരെ ആസൂത്രിതമായി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല, നിങ്ങൾ നേരത്തെ മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഒന്നാമത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് റിബേഷാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ബാക്കിയുള്ള 4 ഗ്രൂപ്പിൻ്റെയും കാര്യത്തിൽ അമ്പാടിമുക്ക് സഹാക്കളുടെ അഡ്മിൻ്റെ ഫോൺ വെരിഫൈ ചെയ്യുന്നു. അവർക്ക് കിട്ടിയത് റെഡ് ബറ്റാലിയനിൽ നിന്നാണെന്ന് കണ്ടെത്തുന്നു. അത് പോലീസ് വെരിഫിക്കേഷനിൽ കണ്ടെത്തുന്നതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനുശേഷം റെഡ് എൻകൗണ്ടേഴ്സിൽ നിന്നാണ് അവർക്ക് കിട്ടിയതെന്ന് കണ്ടെത്തുന്നു. എന്നാൽ ഈ റിഹാബിൻ്റെ ഫോണിൽ നിന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് കണ്ടെത്തുന്നു. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് എന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വം പറഞ്ഞത് അദ്ദേഹം സഹകരിച്ചു, വേണമെങ്കിൽ ഫോൺ കൊടുത്തോളാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറയാൻ വന്നത്, നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തി, റിബേഷ് രാമകൃഷ്ണൻ CPMൻ്റെ ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രവർത്തകനാണ്. അദ്ദേഹം CPMനാകട്ടെ അവിടെ ഇലക്ഷൻ രംഗത്ത് പ്രവർത്തിക്കാൻ, സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ ഒരു സംഘടനാ സംവിധാനം അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തലപ്പത്ത് ശ്രീ കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമിനെ ഇടപെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ സംഘടനാപരമായ ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ അതിൽപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട ഒരു സഖാവ് ഒരു കാരണവശാലും അദ്ദേഹം വ്യക്തിപരമായി ഇതുപോലെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യില്ല. ഇനി അഥവാ അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കില്ല. അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, ഇത് ഈ റിബേഷ് രാമകൃഷ്ണൻ ഒറ്റയ്ക്ക് ചെയ്ത ഒരു പ്രവൃത്തിയല്ല എന്നാണെന്ന് CPMനെ അറിയാവുന്ന, അതിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള എല്ലാവർക്കും, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ റിബേഷ് രാമകൃഷ്ണൻ ഈ ചെയ്തതിനെ തള്ളിപ്പറയാൻ പാർട്ടിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെയാണ് ഗോവിന്ദൻ മാഷ് വന്നിട്ട് ഇതിലേക്ക് നയിച്ചത് UDF ആണെന്ന് ഇപ്പോൾ പറയുന്നത്. ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് UDF ആണ്, ടീച്ചറമ്മ എന്ന് പരിഹാസത്തോടു കൂടി വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇക്വേറ്റ് ചെയ്യുന്നത് എന്തിനെ തമ്മിലാണെന്ന് നോക്കൂ. ടീച്ചറമ്മ എന്ന് പരിഹാസത്തോടു കൂടി വിളിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഇവർ കേരളത്തെ സംരക്ഷിച്ചു എന്നുള്ള ഒരു ക്ലെയിമിനെ അവഹേളിച്ചും ആക്ഷേപിച്ചും UDF ക്യാമ്പയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതിനവർക്ക് അവകാശമുണ്ട്, അവർ ചെയ്യട്ടെ, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയല്ലേ. അതിന് മറുമരുന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ കള്ളച്ചൂത് പയറ്റുകയല്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി CPM കേരളത്തോട് മറുപടി പറയേണ്ടത് പ്രധാനമായി ഈ കാര്യത്തിനാണ്. നിയമപരമായ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടട്ടെ. ഇന്ത്യ ഇന്ന് നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വളരെ തെറ്റായി വിക്ടിമൈസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും അതിനെതിരായി ശക്തമായി നിലകൊള്ളുന്നത് ഞങ്ങളാണ്, സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, കൈവിടില്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ LDF ജനങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഇവിടെ ഇസ്ലാം മതത്തിൽപ്പെടുന്നവരെ മുഴുവൻ തെറ്റായി ഒരു കുറ്റവാളികളായി ചിത്രീകരിക്കുന്നു. ആട്ടിറച്ചി കയ്യിൽ വെക്കുന്നവരെ പശുവിറച്ചിയാണെന്ന് ആരോപിച്ച് തല്ലിക്കൊല്ലുന്നു എന്നൊക്കെ ആരോപിക്കുന്ന ഈ സ്ഥലത്താണ് one too many എന്ന് പറയാവുന്നത് പോലെ ഒന്നിലധികം തവണ ഇതേ കള്ളച്ചൂത് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊരു ഒരു വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുന്നു. UDF ഒരു കമ്മ്യൂണലായിട്ടാണ് വോട്ട് പിടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എന്തിനാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ പേര് തെരഞ്ഞു പിടിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുന്നത്?
അപ്പോൾ അതിന് മറുപടി പറയണ്ടേ? ഇത് ഒന്നാമത്തേതാണോ? എന്തിനാണ് മാഷാ അള്ളാ എന്നുള്ള സ്റ്റിക്കർ ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ പോയ ഇന്നോവയിൽ എങ്ങനെയാണ് ആ സ്റ്റിക്കർ ഒട്ടിച്ചത്? ആ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അപ്പോൾ ഒരേ സമയം ഈ മുയലിനോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം എന്ന് പറയുന്നത് പോലെ ഒരേ സമയം ഇന്ത്യ നേരിടുന്ന ഈ വലിയ വിപത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ഞങ്ങളെന്ന് പറയുകയും ഞങ്ങളോടൊപ്പം അണിചേരണം എന്ന് മതേതരവാദികളായിട്ടുള്ള എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയും മറുഭാഗത്ത് ഒരു വിഭാഗമെങ്കിലും ഇലക്ഷൻ ജയിക്കാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ തല്ലിക്കൊല്ലാനോ ഒക്കെയുള്ള ഇത്തരം ക്ഷുദ്രപ്രവൃത്തികളുടെ ഭാഗമായിട്ട് അത് മുസ്ലിം ജനവിഭാഗത്തിന്റെ മേളിൽ ആരോപിക്കുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലേ? നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കോട്ടയം നഗരസഭയിൽ ഒരു അവിശ്വാസ പ്രമേയം കൊടുത്തിരിക്കുന്നു. എന്താണ് അവിശ്വാസ പ്രമേയത്തിന് പറയുന്നത്? എന്നിട്ട് BJP-യോട് പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ്, ഒരു സംസ്ഥാന സമിതി അംഗം ആഹ്വാനം ചെയ്യുകയാണ്, UDF-ന്റെ തെറ്റായ അഴിമതി ഭരണത്തിനെതിരായിട്ട് ഞങ്ങളോടൊപ്പം അണിചേരാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് ചോദിക്കുകയാണ്. ഇതാണോ CPIM ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം? നമ്മളോട് പറഞ്ഞത് ഇതല്ലല്ലോ. അത് വിശദീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് പറയുന്നത് പലതും അതുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ വിശദീകരിച്ച് ശീലിച്ചു പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇന്നും LDF-ന്റെ കൺവീനർ ശ്രീ EP ജയരാജൻ പറയുന്നത് ഇത് UDF-ന്റെ ചെയ്തിയാണ് എന്നുള്ളതാണ്. ഈ സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF തന്നെ ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് EP ജയരാജൻ. ഇന്നിപ്പോൾ വൈകുന്നേരം മാഷ് അത് വിശദീകരിക്കുമ്പോൾ, MV ഗോവിന്ദൻ മാസ്റ്റർ അത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ നയിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തു പോയത് എന്ന അർത്ഥത്തിലാണ്. എന്താ ഇതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നത്തെ പത്രസമ്മേളനം കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താം. ഒന്ന്, റിബേഷ് ഉൾപ്പെടെയുള്ള CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കൾ DYFI-യുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂടിയായ റിബേഷ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ക്രീൻഷോട്ട്, വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് CPM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി, പിന്തുണയോടുകൂടി, അറിവോടുകൂടിയാണ് എന്ന് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നു. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തെ വസ്തുത എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറഞ്ഞ വാചകം തന്നെ ഞാൻ വായിക്കാം. UDF-ന്റെ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്ക് നയിച്ചത്. ഏതിലേക്കാണ്? ഈ കാഫിർ പ്രയോഗത്തിലേക്ക് നയിച്ചത്. അപ്പോൾ UDF-ന്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ വ്യാജ എന്താ പറയുന്നത് സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി അത് DYFI-യുടെ നേതാക്കന്മാർക്ക് കൈമാറി DYFI നേതാക്കന്മാരെ കൊണ്ട് അത് പ്രചരിപ്പിച്ചു എന്നാണോ ശ്രീ MV ഗോവിന്ദൻ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാനും ഇതൊക്കെ ഉൾക്കൊള്ളാനും ഒന്നും കേരളീയ സമൂഹത്തിന് ആവില്ല എന്ന കാര്യം അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. കേരളീയ സമൂഹം പറഞ്ഞു കൊടുത്തതാണ്, ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. എന്നിട്ടും അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നില്ല. അല്ല, അവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിയത് നിങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു അവിടെ ഇനി രാഷ്ട്രീയമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചു എന്നാണോ? നോക്കൂ, ഇവിടെ കൃത്യമായി നോക്കൂ. ഞാൻ അദ്ദേഹം പറഞ്ഞ ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ പുതുതായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമാണല്ലോ. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞെന്താണ്? ടീച്ചറമ്മ എന്ന പദം. എന്താ ടീച്ചറമ്മ എന്ന പദം ശൈലജ ടീച്ചർ പേറ്റന്റ് എടുത്തിട്ടുണ്ടോ? അവിടെ ശ്രീ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ ടീച്ചറമ്മ, യഥാർത്ഥ ടീച്ചറമ്മ TP ചന്ദ്രശേഖരൻ്റെ അമ്മയാണ് എന്ന് വളരെ കൃത്യമായി സമർത്ഥിച്ചു. അങ്ങനെ സമർത്ഥിക്കുമ്പോൾ അത് KK ശൈലജയെ അപമാനിക്കുകയാണ് എന്ന് എങ്ങനെയാണ് ഈ പറയുന്ന MV ഗോവിന്ദന് പറയാൻ കഴിയുക? ആ വിഷ്വൽസ് ഇപ്പോഴും നമ്മുടെ കയ്യിലില്ലേ? അദ്ദേഹം ആദ്യമായി വടകരയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അദ്ദേഹത്തിൻ്റെ പൊതുയോഗത്തിൽ അദ്ദേഹം ആരാണ് യഥാർത്ഥ ടീച്ചറമ്മ എന്ന് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തിയത് കേരളീയ സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴുമുണ്ട്, പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും ലഭ്യമാണ്. എന്നിരിക്കെ ടീച്ചറമ്മയെ അപമാനിച്ചു. ഞാൻ അവിടെയാണ് ചോദിക്കുന്നത്, എന്താ ശൈലജ ടീച്ചർക്ക് ഈ ടീച്ചറമ്മ എന്ന പേറ്റന്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഒന്നത്. രണ്ടാമത്തേത്, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചു എന്ന് ശൈലജ പറഞ്ഞതായിട്ട് പറയുന്നു. ലവ് ജിഹാദ് RSSന്റെ നിലപാടാണ് ടീച്ചർക്ക് മുന്നുള്ളതെന്ന് പറയുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ. ഞാൻ ഇത്തരം ആരോപണങ്ങൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോഴും പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഇതുപോലെ മുഹമ്മദ് കാസിം കാണിച്ചിട്ടുള്ള ആ ഒരു ആർജവം എന്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കോ ഉണ്ടാകാതെ പോയി? നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് പോലീസിലേക്ക് എഴുതി കൊടുത്ത് ഒരു പേപ്പറിലൊന്ന് എഴുതി കൊടുത്ത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരാണ് പ്രചരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കേസെടുത്തുള്ളൂ. ഇവിടെ അദ്ദേഹം വീണ്ടും പറയുന്ന, അദ്ദേഹം ഇന്ന് വ്യാജ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി നൽകിയത് LDF ആണ് എന്ന് അദ്ദേഹം പറയുകയാണ്.
പച്ചക്കള്ളമാണ്. അവിടെ മുഹമ്മദ് കാസിമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിച്ചപ്പോൾ അത് പ്രചരിപ്പിക്കുന്നു എന്ന് CPMൻ്റെ ക്യാമ്പുകളിൽ നിന്ന് പ്രചരിപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അറിയപ്പെടുന്ന CPM സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അത് പ്രചരിക്കുന്നു എന്ന് കണ്ടപ്പോൾ മുഹമ്മദ് കാസിം നേരെ ചെയ്തത് ഒരു പരാതിയും എഴുതി വടകര പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം അവിടെ പരാതി കൊടുക്കുക മാത്രമല്ല തൻ്റെ മൊബൈൽ ഫോൺ അവിടെ സറണ്ടർ ചെയ്തു. നിങ്ങൾ അന്വേഷിക്കൂ, ഞാനിങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ആർജവത്തോടുകൂടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു ചെന്ന പരാതിയുമായി ചെന്ന ചെറുപ്പക്കാരൻ്റെ പരാതി സ്വീകരിക്കാതെ അതിനുശേഷം വൈകുന്നേരം CPMൻ്റെ നേതാവ് ഭാസ്കരൻ കൊടുത്ത പരാതി, ഒന്നാമത്തെ പരാതി 410/2024 കേസാക്കിക്കൊണ്ട് അവിടെ പരാതി സ്വീകരിക്കുന്നു. അതിനുശേഷം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മറ്റൊരു പ്രവർത്തകൻ കൊടുത്ത പരാതി 411/2024 രണ്ടാമത് പരാതി സ്വീകരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ കൊടുത്ത പരാതി പോലും സ്വീകരിക്കാത്ത രീതിയിൽ പോയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം മുഹമ്മദ് കാസിമിൻ്റെ ആർജവം കൊണ്ട് ഞാൻ പറഞ്ഞു തീരട്ടെ, മുഹമ്മദ് കാസിമിൻ്റെ ആർജവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോടതിയിൽ പോയതിൻ്റെ ഭാഗമായിട്ട് കോടതി നേരിട്ട് ഇടപെടലുകൾ നടത്തി തുടങ്ങിയപ്പോൾ പിടിക്കപ്പെടുമെന്ന് ബോധ്യമായപ്പോഴല്ലേ ജയരാജന്മാരുൾപ്പെടെ ഈ പറയുന്ന പോരാളി ഷാജിയെയും അമ്പാടിമുക്ക് സഹാക്കന്മാരെയും ഒക്കെ തള്ളി പറഞ്ഞു തുടങ്ങിയത്. അതൊക്കെ തള്ളി പറഞ്ഞിട്ടും ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് പ്രകാരം ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നത് റിബേഷ് രാമചന്ദ്രനിലാണ്. ആ റിബേഷ് രാമചന്ദ്രനെ ഞാൻ ഇന്നും സാവൂതം ആ പത്രസമ്മേളനം ശ്രദ്ധിക്കുകയായിരുന്നു. റിബേഷ് രാമചന്ദ്രനെതിരെ ഒരു നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചത് പാർട്ടിക്ക് ചേരുന്നതല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. ഉണ്ടായില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം അദ്ദേഹത്തെ കൊണ്ട് ഉൾപ്പെടെ ഇത് ചെയ്യിച്ചിട്ടുള്ളത്, ഇതിന്റെ പിന്നിലുള്ളത് CPMന്റെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇടപെടുകയാണ്. ശ്രീ BN ഹസ്കർ അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഹസ്കർ, ഇന്നിപ്പോ UDFന്റെ പ്രവർത്തകർ തന്നെയാണ് ഈ സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് LDF കൺവീനർ ആവർത്തിച്ച് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഒരു വഴിക്ക് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് UDF നയിച്ച, അല്ലെങ്കിൽ UDF മുന്നോട്ട് വെച്ച ഒരു പ്രചരണ സാഹചര്യം, അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോഴും അവനവൻ എവിടെയാണ് പിഴച്ചത് എന്ന് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതൊരു ചോദ്യം. രണ്ടാമത്തേത്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ശ്രീമതി KK ശൈലജയുടെ കുറച്ച് മുൻപ് സംസാരിച്ച ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് UDF പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് ഇത് പോയിട്ടുള്ളത് എന്നാണ്. എവിടെ നിന്നാണ് ആത്മവിശ്വാസം കിട്ടുന്നത്? ഏതെങ്കിലും പോലീസുകാരോ അന്വേഷണ സംഘമോ അന്വേഷിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രി കൂടിയായ KK ശൈലജയ്ക്കോ പാർട്ടിക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ ആർക്കെങ്കിലും ആ റിപ്പോർട്ട് കൊടുത്തിരുന്നോ? ഇല്ല. പക്ഷേ ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ സംസ്ഥാനത്തെ പോലീസ് അന്വേഷിച്ചു കൊടുത്ത റിപ്പോർട്ടുണ്ട്. അതിന് പ്രകാരം ആ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച ആദ്യത്തെ പേജ്, ആദ്യത്തെ പ്രൊഫൈൽ എന്ന് പറയുന്നത് DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിന്റേതാണ്. പങ്കുവെക്കുകയല്ല, പോസ്റ്റ് ചെയ്ത ആ റിപ്പോർട്ടിൽ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന്റേതാണ്. അപ്പോ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെന്ന് ഔദ്യോഗിക റിപ്പോർട്ട് ഉള്ളപ്പോൾ അതിനെ തള്ളിപ്പറയണ്ടേ? അതിനെ തള്ളിപ്പറയോ നടപടി സ്വീകരിക്കുകയോ വേണ്ടേ? അതോ ഈ പറയുന്ന ഇനി ആരുടെയെങ്കിലും തലയിൽ വെക്കേണ്ടതില്ല, ആരെയും സംശയത്തിന്റെ പുകമറയിൽ നിർത്തേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ അത് മുൻകാല പ്രാബല്യത്തോടെ എടുക്കാമോ? മധു, ഇതിൽ കാണേണ്ടത് സ്വാഭാവികമായും 17ഓളം കേസുകൾ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സൈബർ ഇടങ്ങളിലെ ഒളിപ്പോരാട്ടവുമായി ബന്ധപ്പെട്ട് 17 കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ UDFന്റെ ആളുകൾ പ്രതികളായിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് കാസിം പ്രതിയായിട്ടുള്ള 18ാമത്തെ കേസാണ് വടകരയിൽ ഉള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമായും ഇത്തരം സൈബർ ഇടങ്ങളിലെ ഒളിപ്പോരാളികൾ നടത്തിയിട്ടുള്ള പ്രവൃത്തികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് മുഹമ്മദ് കാസിം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിബേഷിലേക്ക് ഇത് ആദ്യമായി റിബേഷാണ് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലേക്ക് അയച്ചത് എന്ന അർത്ഥത്തിൽ കണ്ടെത്തുന്നു. അതിനുശേഷം റിബേഷിന്റെ മൊബൈൽ ഫോൺ പോലീസിന് നൽകി അന്വേഷണത്തോടൊപ്പം സഹകരിക്കുന്നു. ആ മൊബൈൽ ഫോണിൽ നിന്നാണ് യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്തേണ്ടിയിരിക്കേണ്ടത്. ആ വസ്തുതകൾ കാണേണ്ടതും അത് തിരിച്ചറിയപ്പെടേണ്ടതും ആ മൊബൈൽ ഫോണുകളിൽ നിന്നാണ്. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. ഫോറൻസിക് ലാബിലെ സൈബർ എക്സ്പെർട്സ് നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി എന്താണ് ചെയ്യേണ്ടത്, ആരാണ് ഇത് ഉൽപ്പാദിപ്പിച്ചത്,
എങ്ങനെയാണ് റിവേഷിന് ഇത് ലഭിച്ചത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തേണ്ടത്. ശ്രീ ബി എൻ ഹസ്കർ, അതായത് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതും അത് തന്നെയാണ്. ആരെയും സംശയത്തിന് നിലയിലേക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, കണ്ടുപിടിക്കട്ടെ എന്ന്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ശ്രീ ബി എൻ ഹസ്കർ, ഷാഫി പറമ്പിൽ MP-യുടെ ഫോണിൽ നിന്നാണ് ഇതിന്റെ ആദ്യത്തെ ട്രേസ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സാവകാശം കാണുമായിരുന്നോ? ഇതൊന്ന് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുമായിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ അബിൻ വർക്കിയുടെയോ ഫോണിൽ നിന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സാവകാശവും ഈ തത്വജ്ഞാനവും പറയുമായിരുന്നോ? അങ്ങനെയല്ല, ആരുടെ ഫോണിൽ നിന്നാണെങ്കിലും നിയമപരവും അതിൻ്റെ അന്വേഷണത്തിന്റെ സാങ്കേതികത്വവും കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ചെയ്യാവൂ എന്നാണ് എന്റെ നിലപാട്. അല്ല, അങ്ങനെയാണെങ്കിൽ കെ കെ ശൈലജ എങ്ങനെയാണ് അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് പോയിട്ടുള്ളത് എന്ന് ആത്മവിശ്വാസത്തോടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു? അപ്പൊ ഈ സാവകാശം അന്വേഷിച്ച് തെളിയിക്കട്ടെ എന്ന് പറയുന്ന തത്വജ്ഞാന ബോധം ഇല്ലാതെ പോയത് എന്തുകൊണ്ടായിരുന്നു? അല്ല മധു, ഇതില് കൃത്യമായി ഇക്കാര്യത്തെ സംബന്ധിച്ച് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കൊരു ഉത്തരം പറയാനാവൂ. അന്ന് കെ കെ ശൈലജ പറഞ്ഞത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ശ്രീ ബി എൻ ഹസ്കർ. അന്ന് കെ കെ ശൈലജ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് പോയത് എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് എന്ത് ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? നിങ്ങൾക്കറിയാലോ, ശൈലജ ടീച്ചർ കേരളത്തിലെ ഗൗരിയമ്മ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കിടയിൽ ഇത്ര ജനകീയമായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ശൈലജ ടീച്ചറാണ്. അത്തരം ഒരു വനിതാ നേതാവിനെ ആക്ഷേപിക്കുന്നതിൻ്റെ പരമാവധി ആ തെരഞ്ഞെടുപ്പിൽ ആക്ഷേപിച്ചു. വ്യക്തിപരമായും ആ സഖാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും എടുത്തിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ നിന്നാണ് ഈ മുഹമ്മദ് കാസിമിൻ്റെതായിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ട് വരുമ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു പ്രതികരണം സഖാവ് ശൈലജ ടീച്ചർ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയിട്ടുള്ള അതിനുശേഷം കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞേ, കെ ലതിക അത് ഷെയർ ചെയ്തതിനെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്വത്തോട് ശൈലജ ടീച്ചർ പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിൽ കാണിക്കേണ്ട അവധാനത കാണിക്കുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊതുപ്രവർത്തകർ അത്തരത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള സമീപനം കാണിക്കണം. പലപ്പോഴും ഉത്പാദിപ്പിക്കപ്പെടുന്നതിനേക്കാൾ വേഗതയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതാണ് ഇത്തരം നുണ വാർത്തകൾ അല്ലെങ്കിൽ നുണ സ്ക്രീൻഷോട്ടുകൾ. അപ്പൊ അങ്ങനെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അങ്ങനെ വേഗതയിൽ പ്രചരിപ്പിക്കേണ്ട ഒന്നായിരുന്നില്ല ഇത് എന്നുള്ള വസ്തുതയെങ്കിലും മനസ്സിലാക്കണം. കെ ലതിക ചെയ്തത് വളരെ സതുദ്ദേശത്തോടു കൂടി ആ പോസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തത് എന്താ, ഇതൊക്കെ വേണമായിരുന്നോ എന്നുള്ള അർത്ഥത്തിലാണ് ആ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് അത് നാം കാണേണ്ടത്. വർഗീയ ധ്രുവീകരണം അവനവൻ ചെയ്യുന്നതൊക്കെ ഏത് അർത്ഥത്തിലാണ് കാണേണ്ടത് എന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ ഏത് അർത്ഥത്തിലായിരിക്കും എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യവുമുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുക? മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയമായി തെറ്റ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എത്ര കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എത്ര തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ കൃത്യമായ ഒരു ക്യാപ്സ്യൂൾ അല്ലെ, നിങ്ങൾക്ക് മാത്രം ദഹിക്കുന്ന കുറച്ച് ന്യായീകരണങ്ങൾ, അതൊക്കെ മറ്റുള്ളവർ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഇപ്പൊ കെ കെ ശൈലജ ടീച്ചർ കേസ് ഹരിഹരനിൽ നിന്ന് വ്യക്തിപരമായ വളരെ വലിയ അധിക്ഷേപം നേരിടുന്നു. നമ്മൾ എല്ലാവരും അല്ലെ, രാഷ്ട്രീയ ബോധവും ബുദ്ധിയും ബോധ്യവുമുള്ള എല്ലാ മനുഷ്യരും അതിനെ അങ്ങേയറ്റം ചെറുത്തു. പക്ഷെ അതുകൊണ്ട് കേരളത്തിന് മന്ത്രിയായിരുന്ന അങ്ങ് പറഞ്ഞതുപോലെ KR ഗൗരിയമ്മ കഴിഞ്ഞാൽ എന്ന് പറയുന്ന KR ഗൗരിയമ്മയ്ക്ക് ഒപ്പമോ എന്ന് വേണമെങ്കിലും പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനൊപ്പം നമ്മൾ ആരും അവരുടെ രാഷ്ട്രീയ പ്രതിഭയൊന്നും അളന്നു തൂക്കാനൊന്നും ബാധ്യസ്ഥരല്ല, അതിനൊന്നും പോന്നവരുമല്ല. പക്ഷെ അവിടെ നിൽക്കുന്ന ഔന്നത്യം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം സ്ഥൈര്യവും വേണം, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ആധികാരികതയും വേണം. അല്ലാതെ ഒരു കാര്യത്തിൽ ആധികാരികത മറ്റൊരിടത്ത് പിഴച്ചുപോയി അത് വൈകാരികത അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇത്രയും വലിയ ഒന്നാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത് UAP അന്വേഷണമാണ്. കാരണം കാസിമിനെതിരെ 153A ആണ് വന്നിരിക്കുന്നത്, സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ. ഞാൻ വരാം. അഡ്വക്കേറ്റ് എസ് സുരേഷ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം SDPയുടെ ഒരു വാർത്താക്കുറിപ്പ് ഞാൻ വായിക്കുകയായിരുന്നു. SDPI നിയമപ്രകാരം, അതായത് ഇലക്ഷൻ കമ്മീഷൻ റെഗുലേഷൻ അനുസരിച്ച്, രാജ്യത്തെ നിയമം അനുസരിച്ച് ഒക്കെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെന്തെങ്കിലും നമ്മളവരെ കോർണർ ചെയ്ത് പറയുന്നതല്ല. പക്ഷേ CPM അവരെ പറയുന്നത് സാമുദായിക നിലപാടുകളുടെ പേരിൽ അകത്ത് നിർത്തേണ്ടവർ എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ BJPയുമായും കോൺഗ്രസുമായും CPMുമായും എപ്പോഴും നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ വാഗ്വാദവും ഉണ്ടാകാറുണ്ട്. ഒരു പറഞ്ഞു വെച്ചോന്നേ ഉള്ളേ. അപ്പോൾ SDPയുടെ ഒരു വാർത്താക്കുറിപ്പ് ഞാൻ വായിക്കുകയാണ്. കേരളത്തിൽ മതസൗഹാർദ്ദം തകർക്കാൻ വർഗീയത വളർത്തുന്ന നിലപാടുകളിൽ നിന്ന് CPM പിന്മാറണമെന്ന് SDPI കോഴിക്കോട് ഘടകം ആവശ്യപ്പെടുകയാണ്. SDPI CPMനോട് ആവശ്യപ്പെടുകയാണ് കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്നുള്ളത്. CPMന് ഇത് വലിയ അലങ്കാരമായിരിക്കുമോ അപമാനമായിരിക്കുമോ? മാധു, ഇവിടുത്തെ വിഷയം ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചത് ഷാഫി പറമ്പിലാണോ അതോ CPMകാരാണോ
എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോൾ CPM ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിക്കുമ്പോൾ എവിടെ നിന്നോ കുറേ വോട്ട് കിട്ടും എന്നതാണ് നമ്മുടെ കോൺഗ്രസ്സുകാരുടെ ആഖ്യാനം. അതേ സമയത്ത് ഒരു ഉത്തമ മുസ്ലിമായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉത്തമനായിട്ടുള്ള മുസ്ലിമാണ്, അപ്പുറത്ത് മത്സരിക്കുന്നത് കാഫിറാണ് എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ മുസ്ലിം വോട്ട്, പ്രത്യേകിച്ച് തീവ്രവാദികളായിട്ടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് അത് കൈപ്പത്തിയിൽ വീഴ്ത്താൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അവിടെ എന്നുള്ളതാണ് വിഷയം. ഇവിടെ നമ്മൾ കാണേണ്ടത് ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചത് CPM ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചരിത്രത്തിലേക്ക് കടന്നു പോകണം. ഇവിടെ ഇവർ രണ്ടുപേരും മതേതരത്വത്തിൻ്റെ മാടപ്രാവുകളാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇന്ത്യയിൽ മതേതരത്വത്തെ വിത്തിട്ട് വളർത്തി വലുതാക്കി അങ്ങനെ അതിൽ നിന്ന് വിളവെടുക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ശൈലജ ടീച്ചറിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും ആൾക്കാർ. ഇങ്ങനെ മതേതരത്വത്തിൻ്റെ മാടപ്രാവുകളും പുരോഗമന നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വല വക്താക്കളുമൊക്കെ ആയിട്ടുള്ള ഈ അധപ്പതിച്ച ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പൊയ്മുഖം കേരള സമൂഹത്തിൽ പിച്ചു ചീന്തപ്പെട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയമെന്ന് ഈ സമയത്ത് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ രണ്ട് ഭാഗത്തെയും ന്യായീകരിക്കുന്നില്ല. രണ്ടു ഭാഗവും ഉത്തമ വർഗീയവാദികളാണ്. വർഗീയ കോമരങ്ങളുടെ ദുർഗന്ധം വമിക്കുന്ന രണ്ട് മുന്നണികളാണ്. രാഷ്ട്രീയമായ പല നിലപാടുകളുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോ ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഈ സംഭവത്തിന് മുകളിൽ വെച്ച് പറയണോ CPM കോൺഗ്രസും ഈ പറയുന്ന വർഗീയ പാർട്ടികളാണ് എന്നൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷെ ഈ സംഭവത്തിന് മുകളിൽ വെച്ച് സംസാരിക്കണം. ഇതിന് മുകളിലേക്കാണ് വരുന്നത്. അത് അത്രയും പറയാനുള്ള അവസരം തന്നാൽ മതി. ഇവിടെ നമ്മൾ എന്താ കാണേണ്ടത്? അവിടെ ഞങ്ങൾ പറയുന്നു ഇതിനെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണം. എന്തായാലും കോൺഗ്രസിൻ്റെ വക്താക്കൾക്ക് CPM നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലല്ലോ. CPM ഇപ്പോൾ പോകുന്ന അന്വേഷണത്തെക്കുറിച്ച് ഓൺ ചെയ്യാനുള്ള ധൈര്യവും ഇല്ലല്ലോ. അപ്പോൾ CPM കോൺഗ്രസിനും ഇതിൽ പങ്കില്ല എങ്കിൽ നിങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണത്തിന് വിട്. കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണത്തിന് വിടാൻ CPM കോൺഗ്രസിനെയും BJP വെല്ലുവിളിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇവിടെ കോൺഗ്രസ് ഷാഫി പറമ്പിൽ ഇങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. കാരണം ഞാൻ രണ്ട് ഭാഗത്തുള്ള ചില പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഏതോ പറമ്പിലെ മാങ്കൂട്ടത്തിനിടയിൽ വെച്ച് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് വ്യാജമായി ഉണ്ടാക്കിയ സംഘമാണ് ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസും അടങ്ങുന്ന സംഘം. അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന അത്ര നിഷ്കളങ്കരല്ല കേരളീയർ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കൽപ്പാത്തിയിൽ ഞാൻ രഥം വലിച്ചു കൊണ്ടിരുന്നു എന്ന PR വർക്കും പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ പോയിട്ട് അടുക്കളയിൽ ചെന്ന് ആഹാരമെടുത്ത് കഴിച്ചിരിക്കുന്നു എന്ന PR വർക്കും എന്തായാലും നാദാപുരത്ത് നടക്കില്ല എന്നും വടകരയിൽ നടക്കില്ല എന്നും നന്നായിട്ടറിയാവുന്ന വർഗീയ മാനേജ്മെന്റ് വിദഗ്ധന്മാരാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് അവിടെ എടുക്കേണ്ട ഒരു കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തുനിന്ന് പോയി 60 വർഷം ഇട്ടിരുന്ന പൊട്ടുമാച്ചിട്ട് MP ആകാൻ മത്സരിച്ച ചരിത്രവും കോൺഗ്രസിൻ്റെതാണല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാർ ഓരോ സ്ഥലത്ത് തക്കതായിട്ടുള്ള വേഷങ്ങൾ കെട്ടി. ഷാഫി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ഇലക്ഷന് ശേഷം അദ്ദേഹം ഈ പറയുന്ന വിവാദങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ വികാരാധീനനായി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ, ഏതെങ്കിലും ഒരു പ്രസ്താവനയിൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വേദിയിൽ എന്റെ മതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ മതേതര സ്വഭാവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്ന ഒരു വാക്കങ്ങ് പറയൂ. അദ്ദേഹം ഇതുവരെ ഇന്ത്യൻ അതെങ്ങനെയാണ് എന്റെ മുന്നിൽ നിന്ന് അങ്ങ് പറയുകയാണ് ഷാഫി പറമ്പിൽ ഇത് ഉപയോഗിക്കാൻ പോന്നവനാണ് എന്ന്? അങ്ങനെ ഒരു തെളിവ് പറയുമെങ്കിൽ ചോദിക്കണ്ടേ? തെളിവാണ് ഞാൻ പറയുന്നത്. ഇത് പൊതുസമൂഹം നിരീക്ഷിക്കട്ടെ, അവർ വിലയിരുത്തട്ടെ. മാധു എന്തിനാ കോൺഗ്രസിന്റെ വക്താവിന്റെ പണി എടുക്കുന്നത്? ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കും മാധു. അതിനുശേഷം മാധു ചോദ്യം ചോദിച്ചോളൂ. കോൺഗ്രസിന്റെ വക്താവിന്റെ പണി എന്തിനാ മാധു എടുക്കുന്നത്? കോൺഗ്രസിന്റെ വക്താവിന്റെ പണിയൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ചതാണ്. കോൺഗ്രസ് ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സാധ്യമല്ല. പോയിന്റ് നമ്പർ 1. ഇനി രണ്ടാമത്തെ പോയിന്റ് CPM സംബന്ധിച്ചാണ്. CPM ഇത്തരത്തിലുള്ള പ്രചരണം നടത്തും എന്നുള്ളതും CPM ചരിത്രത്തിലൂടെ നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അവിടെ കാന്തപുരത്തെ കയ്യിലെടുത്തിട്ട്
അവിടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് കോൺഗ്രസ് നോക്കി. സാധിച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ? 2001 കോൺഗ്രസ്സുകാർ കോൺഗ്രസിനെ കുറിച്ച് ഒന്നുകൂടെ പറയാറുണ്ട്. കണാരനെ വധിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ CPM-കാർ അവിടെ ഒരു അക്രമം അഴിച്ചുവിട്ടു. ആ അക്രമം 2001 അഴിച്ചുവിട്ടപ്പോൾ ഇതേ കോൺഗ്രസ്സുകാർ, ഷാഫി പറമ്പിലിന്റെയും അതോടൊപ്പം തന്നെ ബഹുമാന്യനായിട്ടുള്ള കോൺഗ്രസ് വക്താവിന്റെയും കോൺഗ്രസ്സുകാർ അവിടെ ഒരു മുസ്ലിം സ്ത്രീയെ നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഒരു പ്രചരണം നടത്തി. ആ പ്രചരണത്തിന്റെ പേരിൽ സഖാവ് ബിനു എന്ന് പറയുന്ന സഖാവിനെ ആരും കൊല ചെയ്തു, NDF-കാർ. ഇതും ചരിത്രമാണ്. കോൺഗ്രസിന്റെ പ്രചരണം. CPM എന്താ ചെയ്യുന്നത്? അതും കൂടെ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോഴേ ഇത് ബാലൻസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താ മാധു വിചാരിക്കും കോൺഗ്രസിനെതിരായിട്ട് ഞാൻ പറഞ്ഞു. CPM-നെതിരെ ഞാൻ പറയട്ടെ. CPM എന്താ ചെയ്തത്? ഫസൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിനെ അതിക്രൂരമായിട്ട് വിചാരണ ചെയ്ത് CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൊന്നിട്ട് അവിടെ നിന്നുള്ള തൂവാല കൊണ്ട് RSS-ന്റെ ശാഖയിലിട്ട നീചവർഗത്തിന്റെ പേര് CPM എന്നാണ്. അതുപോലെ തന്നെ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു സഖാവിനെ കൊലയ്ക്ക് കൊടുത്ത സഖാക്കന്മാരുടെ പേരും CPM എന്നാണ്. ഇതൊക്കെയാണ് ബിജെപിയുടെ വേർഷൻ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് വാദങ്ങളും വെച്ചുകൊണ്ട് കോൺഗ്രസിനെയോ CPM-നെയോ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബിജെപി പറയുന്നത്. അല്ല, CPM-ഉം ചെയ്യും, കോൺഗ്രസും ചെയ്യും എന്നാണ് അങ്ങ് പറയുന്നത്. ഈ നാട് മനസ്സിലാക്കേണ്ടത് ഞങ്ങളെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന ഈ CPM-ഉം കോൺഗ്രസുമാണ് ഏറ്റവും നാണം കെട്ട നാറിയ കേരളത്തിലെ വർഗീയവാദികൾ എന്ന്. ജോസഫ് മാത്യു, ഞാൻ അങ്ങയിലേക്കാണ് വരേണ്ടത്. അങ്ങ് ക്ഷമിക്കണം, ഞാൻ തൊട്ടടുത്ത അങ്ങയിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചമക്കാല, അതായത് കാഫിർ വിവാദത്തിൽ നിങ്ങളെ എങ്ങനെ വിശ്വാസത്തിലെടുക്കും എന്നാണ് BJP ചോദിക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചരിത്ര വഴികൾ പറയുകയും ചെയ്തു. നിങ്ങളെയും വിശ്വസിക്കാൻ കഴിയില്ല, CPM-നെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി. ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക എന്ന് ജനാധിപത്യത്തിലൂടെയാണ് നമ്മൾ തെളിയിക്കേണ്ടത്. കേരളത്തിൽ ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് ജനാധിപത്യത്തിലൂടെ തന്നെ കേരളത്തിലെ ജനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇവിടെ കേട്ടോണ്ടിരുന്ന താങ്കളുടെ വർഗീയ വിഷം ചീറ്റുമ്പോ ഞാൻ ഇവിടെ കേട്ടോണ്ടിരുന്ന ആളാ. ഇവിടെ വർഗീയ വിഷം ചീറ്റുന്ന കാര്യത്തിൽ റിബേഷാണോ മുമ്പിൽ അതോ സുരേഷാണോ മുമ്പിൽ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇനി ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുകയാണ്. ഏതായാലും പോട്ടെ, ഇവർ രണ്ടുപേരും ഒരുപോലൊക്കെ തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞുപോയി ഷാഫി പറമ്പിലിനെ കുറിച്ച്. 3 തവണയാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുതൽ തുടർച്ചയായി പാലക്കാട് നിന്ന് ജയിച്ചിട്ടുള്ളത്. ശരിയാണ്, അദ്ദേഹം കൽപ്പാത്തി രഥം അദ്ദേഹം അഗ്രഹാരങ്ങളിൽ പോയിട്ടുണ്ട്. എന്തേ നിങ്ങൾക്ക് നോക്കുന്നത്? എന്താ നിങ്ങൾക്ക് നോക്കുന്നത്? പോയിട്ടുണ്ടെന്നേ. അതേ ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. എന്തേ നിങ്ങൾക്ക് നോക്കുന്നത്? വെറുതെ അല്ല, 1,14,506 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ താങ്കൾ പറയുന്നു ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസും ഒക്കെ പിന്നെ വ്യാജ കാർഡുണ്ടാക്കി. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം, അതുപോലെ തന്നെ രാഷ്ട്രപതി അന്വേഷിക്കണം. ഇവിടെ എന്തായി നിങ്ങളുടെ അന്വേഷണം? സംസ്ഥാന പോലീസിന്റെ അന്വേഷണം എന്തായി? ഈ പറയുന്ന ഷാഫി പറമ്പിലിനെതിരെയോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ എവിടെയെങ്കിലും ഒരു കേസിന്റെ കണിക പോലും ഉണ്ടോ? പിന്നെ വന്നിരുന്നത് തള്ളരുത്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ പാർലമെന്റിലെ പിന്നെ എന്താ പറയുന്നത് ആ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഞാൻ പറയണ്ടല്ലോ. ലോക്സഭയിൽ ഒരാൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നിങ്ങൾക്കുണ്ടോ? BJP-യിലേക്ക് വന്നിരുന്ന് ന്യായം പറയുക. അപ്പോൾ വർഗീയവാദികളുടെ ആ അങ്ങേയറ്റം വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതിന് BJP എന്ന് പേരൂടെ ചർച്ചയാൽ പോരാ, പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടാകണം. ഇത് കേരളീയ സമൂഹത്തിനോടാണ് പറയുന്നത്, താങ്കൾക്ക് ബോധ്യം ഉണ്ടാകണം. അത്ര മാത്രമേ ഞാൻ താങ്കളെ കുറിച്ച് പറയുന്നുള്ളൂ. ഇനി ഞാൻ വസ്തുവിലേക്ക് വരാം. ഇവിടെ പിന്നെ നമ്മുടെ ഹസ്കർ പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ടല്ലോ. 17 കേസുണ്ട്. 18ാമത്തെ കേസിലേക്കാണ് മുഹമ്മദ് ഖാസിമുമായി ബന്ധപ്പെട്ട വിവാദം വന്നതും അത് കോടതിയിലേക്ക് പോയതും മുഹമ്മദ് ഖാസിം കോടതിയിലേക്ക് പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഈ 17 കേസിലും UDF നേതാക്കന്മാർക്കെതിരെ എടുത്തുള്ള കേസുകളിലും കോടതിയിൽ പോയി കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ വാദി പ്രതിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഞങ്ങൾക്ക് അതിന് ഒറ്റ കാരണം മതി, ഈ 18ാമത്തെ കേസ് മാത്രം മതി. ഇനി താങ്കൾ പറയുന്നു ശൈലജയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇപ്പോഴും ലോകായുക്തയിലും കേസുണ്ട്. ആ ലോകായുക്തയിൽ വന്നിട്ടുള്ള കേസിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പോയി അത് ക്വാഷ് ചെയ്യാൻ വേണ്ടി നടന്നിട്ടില്ല. എന്താ കേസ്? കോവിഡ് കാലത്ത് തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ KK ശൈലജയ്ക്കെതിരെ ഇപ്പോഴും തിരുവനന്തപുരത്ത് ലോകായുക്തയിൽ കേസുണ്ട്. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഗൗരിയമ്മയുടെ പ്രതിരൂപമാണ് പോലും. അവരെ അപമാനിക്കരുത്, ഗൗരിയമ്മയെ പോലും അപമാനിക്കാൻ ശ്രമിക്കരുത്. അല്ല, വ്യക്തിപരമായ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇനി എന്താ പറയുന്നത്? ഇതേ ശൈലജ ടീച്ചറല്ലേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞത് തനിക്കെതിരെ തന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് പോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ മധു? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ മധു? അവരെപ്പോഴെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ മധു? എന്തേ അന്വേഷിക്കാത്തത്? അപ്പോൾ അത്തരത്തിൽ പോലും
നിലവാരമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വടകരയിൽ നടത്തിയിട്ടുള്ളയാളാണ് ശൈലജ. ഞങ്ങൾ ആധികാരികമായിട്ട് പറയുന്നത് അവർ തന്നെയല്ലേ പറഞ്ഞ മാധ്യമങ്ങളോട് അതിനെ സംബന്ധിച്ച് അവർ പരാതി കൊടുത്തോ, അന്വേഷിച്ചോ? ആരാണ് അത്തരത്തിൽ ഒരു ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ വനിതാ നേതാവ് അവർക്കെതിരെ വ്യാജ പോൺ വീഡിയോ ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത്? അന്വേഷിച്ചോ? കണ്ടെത്തിയോ? എവിടെ പോയി CPM? അല്ല, വരേണ്ടതല്ലേ? ഇനി റിബേഷിനെ സംബന്ധിച്ച് ഫോറൻസിക് ലാബിൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ഹസ്കർ പറയുന്നത്. ഹസ്കറെ, താങ്കളൊരു അഭിഭാഷകനല്ലേ? ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് 30/6/2024 ഈ പറയുന്ന റിബേഷിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോട് ഫോറൻസിക് ലാബിൽ കൊടുത്തു എന്ന് പറയുന്നത്. ഹസ്കറെ, 2 ദിവസം മതി ആ ഫോൺ കൈ കിട്ടിയാൽ അതിൽ നിന്ന് ഈ ഡീറ്റെയിൽസ് എടുക്കാൻ. കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ അന്വേഷണം നടക്കുന്നത്? നിങ്ങൾ ഇവിടെ സീഡാക്കിൽ കൊടുത്തു നോക്കൂ, 1-2 ദിവസം കൊണ്ട് കിട്ടും. ഇത്രയും പ്രമാദമായ ഒരു കേസ്, ആ കേസിനെ സംബന്ധിച്ച് സീഡാക്കിനേക്കാൾ അപ്പുറമല്ലോ എന്തായാലും പോലീസിന്റെ ഫോറൻസിക് ലാബ്. ഇതിന്റെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ റിബേഷിൽ വന്ന് നിൽക്കുന്നു. ആ റിബേഷിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഈ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ടോ? കേസിൽ പ്രതിയാക്കിയിട്ടുണ്ടോ? ഇനി അമ്പാടി പോട്ടെ, പിന്നെന്താ വേറെ? പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജിൽ നിന്നും ഇത്തരത്തിൽ ഈ പോസ്റ്റ് പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ, അത് ഡിലീറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ മെറ്റ കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുക പോലീസ്, അല്ലേ? 3-ാം പ്രതിയാക്കിയിരിക്കുക. ആ പോരാളി ഷാജിയെ, അതിന്റെ അഡ്മിനെ കണ്ടെത്തി പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് തെളിവെടുത്ത് സാക്ഷി പട്ടികയിൽപ്പെടുത്തി ചായയും കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്തുകൊണ്ടാണ് അവിടെ വെച്ച് അത് ഡിലീറ്റ് ചെയ്യിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് അതിന്റെ അഡ്മിൻ ആരെന്ന് ബോധ്യപ്പെട്ട് വഹാബ് എന്ന് പറയുന്ന അഡ്മിനെ കണ്ടെത്തിയിട്ടും പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടും എന്തുകൊണ്ട് ആ പോസ്റ്റ് ഇപ്പോഴും ഡിലീറ്റ് ചെയ്തില്ല? പോലീസ് എന്തുകൊണ്ട് പ്രതിയാക്കിയില്ല? മാത്രമല്ല, ആ പോസ്റ്റ് പിൻവലിക്കാത്തതുമായി ബന്ധപ്പെട്ട് മെറ്റയുടെ നോഡൽ ഓഫീസറെ പ്രതി ചേർക്കുകയാണ് ചെയ്തത്. ആ സമയത്തും KK ലതികയുടെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. മെറ്റ ആ പോസ്റ്റുകൾ അടങ്ങിയ, ആ സ്ക്രീൻഷോട്ടുകൾ അടങ്ങിയ പോസ്റ്റുകൾ പിൻവലിക്കാത്തതിന് പ്രതിയാക്കുമ്പോൾ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ ഫേസ്ബുക്ക് പേജിൽ ആ സ്ക്രീൻഷോട്ട് അപ്പോഴും ഉണ്ട്. ഒന്നുകൂടെ, ഇപ്പോഴും പയ്യോളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും ഈ പോസ്റ്റ് ഉണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോ ഈ കേസ് അത് അതിന്റെ വഴിക്ക് പോകും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വിജയം ഷാഫി പറമ്പിലിന് അനുകൂലമായതുകൊണ്ട് അവിടെ എന്തെങ്കിലും രാഷ്ട്രീയമായ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആരെങ്കിലും കണ്ടെത്തുമായിരിക്കും, ശിക്ഷിക്കുമായിരിക്കും, രാഷ്ട്രീയമായ ഡാമേജ് ഉണ്ടായിരിക്കും. രാഷ്ട്രീയമായ ഡാമേജ് അവിടെ നിൽക്കട്ടെ. ശ്രീ ജോസഫ് സി മാത്യു, വടകര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കുചിതമായ സാമുദായിക ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു പെരുമാറിയതാണ്. അതുണ്ടാക്കിയ സാമൂഹ്യമായ ഡാമേജ്, അതിന് ആര് പരിഹാരം പറയും? മാത്രമല്ല, എല്ലാ കാലത്തും CPM ഇടതു രാഷ്ട്രീയം ഒരിക്കലും പേറാൻ പോന്ന ഒരുമ്പെടാത്ത തരത്തിലുള്ള വലിയ കളങ്കമല്ലേ ഇത്? CPI തള്ളി പറഞ്ഞില്ലേ? ബിനോയ് വിശ്വം തള്ളി പറഞ്ഞില്ലേ? എങ്ങനെ വിശദീകരിക്കും ഇതിനെ? അത് തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യ മുഴുവൻ കൈയാളുന്ന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ, അതിനെ റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും വളരെ സങ്കുചിതമായിട്ടുള്ള ചില താല്പര്യങ്ങളുടെ പേര്. ഒന്നാമത് ഈ വടകര എന്ന് പറയുന്ന മണ്ഡലത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് നന്നായി അറിയേണ്ടതാണ്. ആ മണ്ഡലത്തിൽ ഇത് പലതും ചിലതാകില്ല എന്ന് ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ ചില പോക്കറ്റുകളിൽ മാത്രം ഒരു കമ്മ്യൂണൽ പ്രശ്നം ചരിത്രം ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ളത് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എല്ലാം വളരെ പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്ന ഒരു സാമാന്യത്തിൻ്റെ മുന്നിലാണ് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ഏതാണ്ട് തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷവും അത് മുഖം രക്ഷിക്കാനുള്ള നടപടികളെങ്കിലും ശ്രദ്ധിക്കേണ്ടതിന് പകരം ഇതിനെ ന്യായീകരിക്കുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ അതേപോലെ അപഹാസ്യമായിട്ടാണ് ശ്രീമതി ലതിക ഈ കമ്മ്യൂണൽ ക്യാമ്പയിനെതിരായിട്ടല്ലേ സംസാരിച്ചതെന്നുള്ള ചോദ്യം മന്ത്രി MP രാജേഷ് മുതൽ ഇന്നിപ്പം നിയമസഭയ്ക്കകത്ത് ചോദിക്കുന്നു, പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നു, ഇടതുമുന്നണി കൺവീനർ ചോദിക്കുന്നു. എല്ലാവരും ഇതിനെ എൻഡോസ് ചെയ്യുകയാണ്. നേരത്തെ ഭാസ്കർ പറഞ്ഞതുപോലെ ശൈലജ ടീച്ചർ അത് തള്ളിപ്പറയാൻ ശ്രമിച്ചെങ്കിൽ അവരെ കൂടി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇതിനെ എൻഡോസ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണ്? ഞാൻ നേരത്തെ രാമകൃഷ്ണനോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെയോ CPMന്റെയോ പ്രധാനപ്പെട്ട നേതാക്കളോ ഒക്കെ ഉൾപ്പെടുന്ന ആളുകളാണ് ഇത് ചെയ്തെങ്കിൽ അവർക്ക് കൂടി ബാധകമായിരുന്നു എന്റെ അന്നത്തെ ചോദ്യം. ഇതെന്തൊരു വർഗീയതയാണോ എന്ന ചോദ്യം എന്ന് പറയാം, അല്ലേ? അതായത് ഇത് ആരാണ് ചെയ്തത്, ആരോടാണ് ഇത് ചോദിച്ചത്? അതായത് മാധു, നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതെന്തൊരു വർഗീയതയാണോ എന്ന് ലതിക ചോദിക്കുന്നത്
മുഹമ്മദ് കാസിമിനോടാണ്, യൂത്ത് ലീഗിനോടാണ്. അതായത് യൂത്ത് ലീഗ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇനി ചോദ്യം വേണ്ട, അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കൃത്യം സ്ഥാപിച്ചെടുക്കുന്ന നടപടിയാണ് ശ്രീമതി ലതിക അവിടെ ചെയ്തത്. അതായത് റിവേഷ് രാമകൃഷ്ണൻ ഇത് ക്രിയേറ്റ് ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഉദ്ദേശം സാധ്യമാകുന്നില്ല. നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത 2 ക്രൈം പരിശോധിച്ചാൽ, ഒന്ന് 410 നമ്പർ ക്രൈമിൽ പറയുന്നത് യൂത്ത് ലീഗ് അവരുടെ നേതാവ് മുഹമ്മദ് കാസിം ഇങ്ങനെ വിഭാഗീയമായി മുസ്ലിം ജനസഞ്ചയത്തിനിടയ്ക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 411 പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഇത് ഞങ്ങൾ ചെയ്തതല്ല, ഞങ്ങളുടെ പേരിൽ ഫേക്കായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി ഇവിടെ വർഗീയത പരത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കംപ്ലൈൻറ്റ്. നിങ്ങൾ അവിടെ മുതൽ പോലീസ് ഇടപെട്ടത്. ഒന്നാമത്തേതിൽ കമ്മ്യൂണൽ ഹാർമണി പരത്തുന്ന 153A ചാർജ് ചെയ്തപ്പോൾ രണ്ടാമത്തേതിൽ 153 മാത്രമേ ഉള്ളൂ. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മുതൽ പോലീസിനെ നിയന്ത്രിക്കുന്നവർക്കറിയാം ഇത് ബാക്ക് ഫയർ ചെയ്ത് തുടങ്ങി എന്നറിയാം. അവിടെ മുതൽ ഈ കേസ് ഇല്ലാതാക്കാൻ, രാജിയാക്കാനുള്ള ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് റിബേഷ് ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ വെക്കുന്നതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾക്ക് അയക്കുന്നതുകൊണ്ടോ മാത്രം ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സാധ്യമാകുന്നില്ല. സാധ്യമാകണമെങ്കിൽ ഇതിനെ ഒരു ലാർജർ പ്ലാറ്റ്ഫോമിലേക്ക്, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം. അതിലെ ഒരു കണ്ണിയായിരുന്നു ശ്രീമതി ലതിക. അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ആ പ്രവൃത്തിയെ തള്ളിപ്പറയുന്നതിന് പകരം വർഗീയതയ്ക്കെതിരെ പറയുകയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. ആര് പറഞ്ഞ വർഗീയതയ്ക്കെതിരെ? ആരാണ് ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്? അതല്ലേ അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്. എന്തൊരു വർഗീയതയാണല്ലോ എന്ന ചോദ്യം ലതിക ആരോടാണ് ചോദിച്ചത്? അത് UDF ചെയ്യുന്നു എന്നുള്ള വ്യാജേന അത് മറ്റൊരു വിഭാഗത്തിൻ്റെ മുന്നിലേക്ക് അത് എടുത്ത് ലോബി ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് തന്നെ അതിനാണ്. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ സ്വരാജും കെ ബാബുവും തമ്മിലുള്ളൊരു ഇലക്ഷൻ കേസ് നടക്കുന്നുണ്ട്. എന്താണ് അതിലെ ആരോപണം? അതിൽ എതിർ സ്ഥാനാർത്ഥി ഇവിടെ ശബരിമല വിഷയത്തിൽ അവിടുത്തെ ദൈവത്തിന് വിരുദ്ധമായി നിന്ന ആളാണ് എന്ന് ആരോപിച്ചു എന്നുള്ളതാണ്. ആരാരോപിച്ചു? അതിലാരും അടിക്കുറിപ്പ് എഴുതിയിട്ടില്ല. ഇത് കെ ബാബുവിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനിൽ അങ്ങനെ ആരോപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇലക്ഷൻ കേസ്, ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്ന കേസ്. അതിന് സമാനമായ ആരോപണമാണ് ഇവിടെ. അതായത് നാളെ ഷാഫി പറമ്പിൽ ജയിച്ചാൽ പോലും ഇത് അൺകോണ്ടസ്റ്റഡ് ആയിട്ട് ഷാഫിയുടെ ക്യാമ്പിൽ നിന്നാണ് വന്നതെന്ന് നിലനിന്നാൽ നാളെ ഒരു ഇലക്ഷൻ കേസിലൂടെ ജയം അസാധുവാക്കണമെന്ന് നിയമപരമായ പോരാട്ടത്തിന് ഉതകുന്ന ഒരു മെറ്റീരിയലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതൊരു വളരെ നിരുപദ്രവപരമായിട്ട് ആരെങ്കിലും കിട്ടിയ ഒരു പോസ്റ്റ് അങ്ങോട്ട് അറിയാതെ അയച്ചു എന്നൊന്നും പറയുന്നത് പോലെയുള്ള ഒരു പരദൂഷണമല്ല ഈ ക്യാമ്പയിൻ. ഇവിടെ 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ റദ്ദാക്കാവുന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വ്യാജമായി ചമച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പ്രശ്നത്തിലാണ് പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത ആളിനെ കണ്ടെത്തുന്നു. പിന്നെ എന്ത് ഫോറൻസിക് പരിശോധനയെ കുറിച്ചാണ് ഈ പറയുന്നത്? ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ചൊരിഞ്ഞു എന്ന് പറഞ്ഞ ആദ്യത്തെ 3 വർഷത്തിൽ തന്നെ 119 കേസുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എണ്ണം എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ പോലീസുകാർ സസ്പെൻഷനിലായത്, സർക്കാർ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായത് ഫോറൻസിക് പരിശോധന വന്നിട്ടാ. ഇത് തുല്യനീതി നിലനിൽക്കുന്ന ഒരു രാജ്യമല്ലേ ഇത്? എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്? ഈ പറയുന്ന ക്യാമ്പയിനിൽ ഈ പോരാളി ഷാജിയുടെ പേജിൽ നിന്ന് ഇത് ഡിലീറ്റ് ആകാത്തത് കൊണ്ട് മെറ്റ കമ്പനിക്കെതിരെ കേസ്, ഫേസ്ബുക്കിനെതിരെ കേസ്, അവരുടെ ഇന്ത്യ മേധാവി പ്രതി. പക്ഷെ പോരാളി ഷാജിയും അതിന്റെ അഡ്മിനും പ്രതിയല്ല, സാക്ഷി. ഇതെന്താ അന്വേഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതാണ് കൗതുകം. അതാണ് നേരത്തെ പറഞ്ഞ പ്രിവിലേജ്, അധികാരത്തിന്റെ പ്രിവിലേജ് എന്ന് സാധാരണ ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുകയും സംരക്ഷിക്കാതെ തള്ളിപ്പറയാൻ ഒരു നിവൃത്തിയുമില്ലാത്ത നിസ്സഹായാവസ്ഥയിലേക്ക് നേതാക്കളടക്കം പോവുകയും ചെന്ന് പതിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇടവേള പെട്ടെന്ന് വരാം. ശ്രീ ബി എൻ ഹസ്കർ, കേസ് അവിടെ നിൽക്കട്ടെ. അതായത് ശ്രീ ബി എൻ ഹസ്കർ, നാളെ ഇത് കോടതിയിലുള്ള പോകുന്ന കേസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിധി വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ റിബേഷ് രാമകൃഷ്ണൻ അത് കൃത്യമായി പറയാൻ കഴിയും. നിയമത്തിന്റെ തെളിവുകൾക്ക് അനുകൂലമായി നിയമത്തിന്റെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പുറത്തു വരാൻ അങ്ങനെ പലതും ഉണ്ടാകും. അതവിടെ നിൽക്കട്ടെ. ശ്രീ ബി എൻ ഹസ്കർ, ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ അല്ലേ? UDFന്റെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു കാർഡെന്ന നിലയ്ക്കല്ല പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇത് ഒരു ലീഗ് പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പേര് പ്രധാനമാണ്, എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരോക്ഷമായിട്ടെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു പേരിലാണ് ഇത് ആരോപിക്കപ്പെടുന്നത്. എന്നിട്ട് ലീഗിന്റെ രാഷ്ട്രീയമാണ് അവിടെ പറയുന്നത്, അല്ല സാമുദായികമായ ആവശ്യം എന്ന രീതിക്കാണ് അത്
അതുണ്ടാക്കപ്പെടുന്നത്. അതായത് മതത്തിന്റെ ആവശ്യം എന്ന രീതിക്ക് ഒരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കുകയാണ്. ഇത്ര നിഷ്ഠൂരമായ, ഇത്ര നാണം കെട്ട, ഇത്ര അശ്ലീലം നിറഞ്ഞ ഒരു പ്രചാരണ പരിപാടി, ഒരു രാഷ്ട്രീയം എന്ന് എനിക്ക് വിളിക്കാൻ നാണക്കേടുണ്ട് കേട്ടോ. ഇതാണ് CPM-നെതിരെ ആരോപണമായി നിൽക്കുന്നത്. ഞാൻ ആരോപണം എന്നാണ് പറയുന്നത്. റിബേഷ് രാമകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തു വരട്ടെ എന്നാണ് പറയുന്നത്. ഇത്രയും നാണം കെട്ട അശ്ലീലം നിറഞ്ഞ ആയുധത്തിന്റെ ഉടമസ്ഥാവകാശമാണ് CPM-നെതിരെ ആരോപിക്കപ്പെടുന്നത്. അത് വ്യക്തമാക്കണ്ടേ, അത് വെളിവാക്കണ്ടേ? അതിന് പഴയ ചരിത്രം പറഞ്ഞിരുന്നാൽ മതി വാർത്താ സമ്മേളനം വിളിച്ചിട്ട്. റിബേഷ് ആണെന്ന് പോലീസ് സമ്മതിച്ചിരിക്കുന്നു. കേസ് കോടതി ആദ്യമായി ട്രേസ് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേസ് അവസാനം കോടതി വിധി പറയണം. അതുകൊണ്ടാണ് അതിൽ പോണ്ട ശ്രീ BNS. ആരോപണമല്ല, അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ആ ആരോപണം അത്ര ഗൗരവമുള്ളതായതുകൊണ്ടാണ് അത്രയേറെ ഞാനത് വിശദീകരിച്ച് പറഞ്ഞത്. മാത്രമാണ് കോടതി പ്രഖ്യാപിക്കേണ്ടത്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ ഹസ്കർ, മധു ഇതിൽ കാണേണ്ടത് വളരെ കൃത്യമായി CPM-ന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മതി. CPM-ന്റെ സുവ്യക്തമായ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ മതത്തിലും ഇടപെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള പ്രചരണവും CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഈ പാർട്ടിയുടെ അങ്ങേ അറ്റത്തെ ദയനീയ അവസ്ഥയിലേക്ക് എത്തും. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ, ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ CPM അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഇതാരും പടച്ചുവിട്ടാലും ആ പടച്ചുവിട്ടയാൾ CPM-ഓ CPM-ന്റെ വർഗ ബഹുജന സംഘടനകളുമായോ അല്ല, ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ്. ആ പടച്ചുവിട്ടയാൾ CPM-ന്റെ വർഗ ബഹുജന സംഘടനകളുമായി ഏതെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെ ഒക്കെ കണ്ടുപിടിച്ച് പ്രസ്ഥാനത്തിന്റെ പടിക്ക് പുറത്ത് നിർത്തുന്നു. കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിട്ട് എന്നിട്ട് എന്ത് നടപടിയെടുത്തു? മുട്ടിന് ന്യായീകരിക്കുന്നതല്ലാതെ ഇത് തെളിഞ്ഞിട്ട് മതി ഇനി പൊതുപ്രവർത്തനം രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടപടിയെടുത്തോ? ഇല്ലല്ലോ. അങ്ങനല്ല. റിബേഷിനെതിരെ നടപടി എടുക്കുന്നു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അതാണ് പ്രശ്നം. റിബേഷ് എന്നുള്ളതല്ല, പോലീസിന്റെ റിപ്പോർട്ടിൽ പരാമർശമുള്ള ഒരാളെയും വ്യക്തിപരമായി ആക്രമിക്കേണ്ട. റിബേഷ് രാമകൃഷ്ണനെ നമ്മൾ ഒഴിവാക്കിയല്ലോ. പാർട്ടിക്കെതിരെ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ, അല്ലെ, അയാൾക്കെതിരെ എന്ത് നടപടിയെടുത്തു? മാറി നിൽക്കൂ എന്ന് പറയാൻ ആർജവമില്ലാതെ പോകുന്നത്, തള്ളി പറയാൻ ഉള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയല്ല, അതിന്റെ ഉൽപാദനത്തെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്നത് കൊണ്ടാണ് 27-ാം തീയതി ഹൈക്കോടതിയിൽ ഈ കേസ് വരുമല്ലോ. 27-ാം തീയതി ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സ്വാഭാവികമായി പോലീസിന് അതിന്റെ കേസ് ഡയറി അടക്കം ഇതുവരെ നടത്തുന്ന അന്വേഷണത്തിന്റെ തത്വദീക്ഷയൊക്കെ അപ്പോൾ ഉണ്ടാകുമായിരുന്നുള്ളത്. ശ്രീ സുരേഷിനോട് ക്ഷമിക്കണം കേട്ടോ, എനിക്ക് വരാൻ സമയമുള്ളൂ, ക്ഷമിക്കണം. ചർച്ച പൂർത്തിയാകും.